ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വെബ് പേജിലോട്ട് ഇമേജസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് യൂസ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇമേജ് ടാഗിനെ കുറിച്ച്. ഇമേജ് ടാഗ് ആണ് ഇമേജസ് HTML-ലോട്ട് ഒരു വെബ് പേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് IMG ടാഗ്, അതായത് ഇമേജ് ടാഗ്. IMG ടാഗ് ആണ് നമ്മളൊരു ഇമേജ് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. IMG. അപ്പം ഇതിന് ക്ലോസിംഗ് ടാഗ് നിർബന്ധമില്ല. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇത് MT ടാഗ് ആണ്. അപ്പോൾ IMG ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഒരു SRC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, SRC. ഈ SRCന്റെ ഉള്ളിലാണ് നമ്മൾ ഏത് ഇമേജ് ആണോ കൊണ്ടുവരുന്നത് ആ ഇമേജിന്റെ നെയിം കൊടുക്കേണ്ടത്. ഇപ്പൊ SRC സോഴ്സ് എന്നാണ് മീനിങ്. അതായത് ഇപ്പം ഒരു പക്ഷേ ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഇമേജിന്റെ പേരാണ്. അതായത് എന്താണ് ഇമേജിന്റെ പേര്, ഡോട്ട്, അത് JPG ആണോ, അതുപോലെ JPEG ആണോ, PNG ആണോ, അതിൽ നമ്മൾ ആ ഇമേജ് ഏത് ഫോർമാറ്റിലാണോ ഉള്ളത് ആ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. JPG ആണെങ്കിൽ JPG കൊടുക്കുക, JPEG ആണെങ്കിൽ അത് കൊടുക്കുക, പിന്നെ PNG. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇമേജ് കൊണ്ടുവരിക. നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജിന്റെ പേരിന് പകരം ആ ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണോ ഉള്ളത് അതുവരെയുള്ളതിന്റെ പാത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ലോക്കൽ ഡിസ്കില് ഇന്ന ഇന്ന ഫോൾഡറിൽ ഇന്ന ഇമേജ് ഡോട്ട് JPG ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു വെബ് പേജിലോട്ട് ഇമേജസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇമേജസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് IMG ടാഗ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് SRC. അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഏത് ഇമേജ് ആണോ കൊണ്ടുവരുന്നത് അതിന്റെ പേര് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഡബിൾ കോട്ട് ഇവിടെ ക്ലോസ് ചെയ്യണം. ഡബിൾ കോട്ടിനുള്ളിലാണ് നമ്മൾ ആ ഒരു ഇമേജിന്റെ പേര് കൊടുക്കേണ്ടത്. ഓക്കെ. അടുത്തത് ഇവിടെ അൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അൾട്ട് എന്തിനായിരിക്കും, നമുക്ക് അതായത് എന്തെങ്കിലും കാരണവശാൽ ആ ഒരു ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പോയാൽ നമുക്ക് ഇത് ഈ ഒരു വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അത് അവിടെ കാണിക്കില്ല. അപ്പം അവിടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ്, ആ ഒരു ഇമേജ് അഥവാ മിസ്സായി പോയാൽ, ഡിലീറ്റ് ആയി പോയാൽ അവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് വരണം എന്നുണ്ടെങ്കിലാണ് ഈ അൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അൾട്ടർനേഷൻ അതിന്റെ ഫുൾ ഫോം. അപ്പം ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ അൾട്ട് ഈക്വൽ ടു എന്തെഴുതിയാലും അതവിടെ ആ ഒരു ഇമേജ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നോ ഇത് ഡിലീറ്റ് ആയി പോയാൽ ആ ഒരു പേരായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ഇമേജ് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇമേജ് കൊടുത്തു, ഇമേജിന്റെ നെയിം കൊടുത്തു, പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം അത് അവിടുന്ന് ഡിലീറ്റ് ആയി പോയാൽ അപ്പോൾ എന്താണ് വരേണ്ടത്, അതാണ് അൾട്ടിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. അടുത്തത് പിന്നെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആണ്. നമുക്ക് ഈ ഒരു ഇമേജിന്റെ വിഡ്ത്ത് എത്ര വേണമെങ്കിൽ ആക്കാം, 1000, വിഡ്ത്ത് ഈക്വൽ ടു ഒക്കെ കൊടുക്കുമ്പോൾ ഡബിൾ കോട്ടിനുള്ളിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിഡ്ത്ത് കൊടുക്കാം, അതുപോലെ ഹൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇമേജ് നമ്മുടെ ഒരു വെബ് പേജിലോട്ട് കൊണ്ടുവരേണ്ടത്. അടുത്തത് എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മുടെ ഒരു HTML എലമെന്റിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു വെബ് പേജിൽ എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്റ്റൈൽ. അപ്പൊ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്താണ്, നമ്മളിപ്പോ ഇനി CSS ഒക്കെ പഠിക്കാൻ പോവാണ്. അപ്പൊ ഈ CSS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു HTML-നെ ഈ ഒരു വെബ് പേജിനെ ഒന്നുകൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഈ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് CSS-ന്റെ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ജസ്റ്റ് ഓർത്ത് വെക്കുക, ഇവിടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതുപോലെ അതിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഇതേപോലെ തന്നെ കൊടുക്കണേ, ബാക്ക്ഗ്രൗണ്ട് -ഇമേജ്. അപ്പൊ നമുക്ക് ഈ ഒരു ആട്രിബ്യൂട്ടും അതിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയും വെച്ചിട്ടാണ് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ നമ്മളൊരു ജസ്റ്റ് ഒരു എഡിറ്റ് കൊടുത്തു, പിന്നെ ഒരു പാരഗ്രാഫ് ജസ്റ്റ് കൊടുത്തു. പിന്നെ ഈ P ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ ഇതെന്ത് കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ P ടാഗിന്റെ ഉള്ളിൽ, അതായത് ഒരു P നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ ഉണ്ടാവും. അപ്പൊ ഇത് ഇടുന്നതിന്റെ മുന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കുക, അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ Pനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്, Pന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. അപ്പൊ സ്റ്റൈൽ ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു CSS കോഡ്, CSS-ന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് HTML ആണെങ്കിലാണ് ഇവിടെ ഈക്വൽ ടു വരിക. പക്ഷെ CSS-ലാകുമ്പോൾ ഓരോ പ്രോപ്പർട്ടി എഴുതുമ്പോൾ നമ്മളിങ്ങനെ കോളൻ ആണ് ഇടുക. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് -ഇമേജ് URL ഓഫ്, നമുക്ക് ഏത് ഇമേജ് ആണോ വരേണ്ടത് അത് കൊടുക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ,
ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ സിംഗിൾ കോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, സിംഗിൾ കോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം സെമിക്കോളൻ ഇടുക. എന്നിട്ട് അതിന് ശേഷമാണ് ഈ ഒരു ഡബിൾ കോട്ട് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒരു വെബ് പേജിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഐഫൺ ഇമേജ് കൊടുക്കാം. അതിന്റെ ഉള്ളിൽ ഈക്വൽ ടു URL ഓഫ്, ഇത് നിർബന്ധമാണ്. URL ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിന്റെ വേണമെങ്കിൽ പാത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇമേജിന്റെ നെയിം കൊടുക്കുക. സിംഗിൾ കോട്ടിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കണം. എന്നിട്ട് സെമിക്കോളിന്, ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ശേഷം വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെമിക്കോളിന് ശേഷം അങ്ങനെ സെമിക്കോളൻ ഇട്ടിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഓരോ പ്രോപ്പർട്ടിനെയും. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലായിട്ടാണ് എന്ത് വരിക, ഈ ഒരു ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വരിക. അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് താഴെ കാണിക്കുന്നത്. കണ്ടില്ലേ, ആ ടെക്സ്റ്റിന്റെ ബാക്കിലായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു, ഒരു ഇമേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു, അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ, മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.